നമ്മളിങ്ങനെ പറഞ്ഞു സോമപ്രഭ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ അടുത്തേക്ക് എത്തി. നടന്ന് സോമപ്രഭയുടെ അടുത്തെത്തി. ഇവിടെ സോമപ്രഭ താമസിച്ചത് പാടലീപുത്ര നഗരത്തിലായിരുന്നു. അപ്പോൾ ധർമ്മഗുപ്തൻ എന്നൊരു വ്യാപാരി ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യയാണ് ചന്ദ്രപ്രഭ. ആ ചന്ദ്രപ്രഭക്ക് സർവാംഗ സുന്ദരിയ ഒരു പെൺകുട്ടി പ്രസവിച്ചു. ചന്ദ്രപ്രഭ, നല്ല പേരല്ലേ. ജനിക്കുമ്പോൾ തന്നെ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ആ കുട്ടി അതേ നിമിഷത്തിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി, പശുക്കുട്ടിയിലെ മാതിരി. ഒപ്പം സ്ഫുടമായി സംസാരിക്കുകയും ചെയ്തു. ഈ അത്ഭുത വാർത്ത അറിഞ്ഞോടിയെത്തിയ ധർമ്മഗുപ്തൻ മകളോട് ചോദിക്കുകയാണ്. എന്നെ ചോദിച്ചത് മകളോട്, അല്ലയോ ദേവി, ഭവതി ആരാണ് എന്ന് ഭക്തി ആദരപൂർവ്വം ചോദിച്ചു. സാധാരണ ശിശു അല്ലല്ലോ. അവൾ പറഞ്ഞു, ഞാൻ ആരുമാകട്ടെ, അതിപ്പോ അങ്ങേക്കെന്തിനി അറിയുന്നു. അങ്ങേക്ക് ഐശ്വര്യവും കൊണ്ട് വന്നവളാണ്. എന്നെ ഒരിക്കലും ആർക്കും വിവാഹം ചെയ്തു കൊടുക്കരുത് കേട്ടോ. ഇതൊരത്ഭുത ശിശുവാണെന്നും നാട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാകുമെന്നും കരുതി അച്ഛൻ അവളെ വീട്ടിൽ ഒളിപ്പിച്ചിരുത്തുകയും കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയതായി വാർത്ത വരുത്തുകയും ചെയ്തു കേട്ടോ. ആള് വന്ന് നോക്കും, ആരും ചോദിക്കും, കല്യാണം കഴിച്ചു കൊടുക്കാൻ ചോദിക്കൂലേ. അതെല്ലാം കൊണ്ട് കുട്ടീനെ ഒളിപ്പിച്ചു വെച്ചു. സോമപ്രഭ എന്ന പേരായ പെൺകുട്ടി വളർന്നു യൗവനയുക്തയായപ്പോൾ അമ്മ ചന്ദ്രപ്രഭ എന്ന മകള് സോമപ്രഭ ദേവസുന്ദരികളെയും വെല്ലുന്നവളായി മാറി. പക്ഷെ ഒരാളും അവളെ കണ്ടതുമില്ല. അങ്ങനെ ഒരിക്കൽ നാടെങ്ങും വസന്തോത്സവം കൊണ്ടാടിയ അവസരത്തിൽ തെരുവിലെ ആഘോഷങ്ങൾ കാണാനായി സോമപ്രഭ വീടിന്റെ മട്ടുപ്പാവിൽ കയറി നിന്നു. ആ സമയത്ത് തന്നെ തെരുവിലൂടെ നടന്നിരുന്ന ഗുഹചന്ദ്രൻ എന്നൊരു യുവാവ് അവളെ കണ്ട് വല്ലാതെ മോഹിച്ചു. ആ മോഹപാരവശ്യത്താൽ അയാൾ സ്വന്തം വീട്ടിലെത്തി തളർന്നു കിടന്നു. മകന്റെ പാരവശ്യത്തിന് കാരണം ഒരു പെൺകുട്ടിയുടെ ദർശനമാണെന്ന് മനസ്സിലാക്കി അവന്റെ പിതാവ് ഗുഹസേനൻ എന്ന വ്യാപാരി ധർമ്മഗുപ്തന്റെ വീട്ടിലെത്തി മകനു വേണ്ടി വധുവിനെ യാചിച്ചു. ഗുഹസേനൻ അച്ഛന്റെ പേര്, ഗുഹചന്ദ്രൻ മകന്റെ പേര്. എല്ലാം നല്ല യോജിപ്പന്നെ അല്ലെ പേരൊക്കെ. പക്ഷെ ആ വീട്ടിൽ അങ്ങനെ ഒരു പെൺകുട്ടിയേ ഇല്ലെന്ന് തീർത്തു പറഞ്ഞ് ധർമ്മഗുപ്തൻ അയാൾ മടക്കി അയച്ചു. മകളെ ഒളിപ്പിച്ചു വെച്ച് തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഗുഹസേനൻ തന്റെ മകന്റെ പാരവശ്യം കൊണ്ട് രാജാവിനെ അഭയം പ്രാപിക്കാൻ തീരുമാനിച്ചു. ഗുഹസേനന്റെ സങ്കടങ്ങൾ കേട്ട് മനസ്സലിഞ്ഞ രാജാവ് പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഗുഹചന്ദ്രന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നഗരാധിപതിയെ ചുമതലപ്പെടുത്തി. ഉടനെ പട്ടാളക്കാർ ധർമ്മഗുപ്തന്റെ വീട് വളഞ്ഞു. അതുകൊണ്ട് ധർമ്മഗുപ്തൻ വിവശനായി. അപ്പോൾ മകൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ വിവാഹിതയാകാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്, അയാളോടൊപ്പം ഞാൻ സഹശയനം നടത്തുകയില്ല. പോരെ, പിന്നെന്തിന് ഇയാള് കല്യാണം കഴിക്കുന്നത്? ഈ വ്യവസ്ഥ കേട്ട് ആദ്യം മന്ദാളിച്ചെങ്കിലും അത് പെണ്ണിന്റെ സൗന്ദര്യ അഹങ്കാരത്തിൽ നിന്നുണ്ടായ വിവരക്കേട് മാത്രമാണെന്നും എല്ലാം ക്രമേണ ശരിയാക്കാമെന്നും കരുതി ഗുഹസേനൻ സമ്മതിച്ചു. അങ്ങനെ വിവാഹം നടന്നു. വീട്ടിലെത്തി. രാത്രിയായപ്പോൾ വ്യവസ്ഥ കാറ്റിൽ പറത്തി. ഗുഹചന്ദ്രൻ അവളോടൊപ്പം സഹശയനത്തിനെത്തി. അതിന് അവന് പിൻബലം കൊടുത്ത പിതാവായ ഗുഹസേനനാണെന്ന് കണ്ട് ക്ഷുഭിതയായ സോമപ്രഭ അയാളുടെ നേർക്ക് തന്നെ ചൂണ്ടുവിരലൊന്നുയർത്തി. ഉടനെ അയാൾ അവിടെ വീണ് മരിച്ചു. വിരലുണ്ടതേയില്ല, വീണ് മരിച്ചു. അതോടെ സർവരും ഭയന്ന് ഓടി. പിന്നെ ഒരിക്കലും അയാൾ അവളെ പ്രാപിക്കാൻ ശ്രമിച്ചതുമില്ല. ക്രമേണ ഗുഹചന്ദ്രൻ ലൗകിക മോഹങ്ങളിൽ നിന്ന് വിരക്തി തോന്നി തുടങ്ങി. അയാൾ വ്രതാനുഷ്ഠാനങ്ങളിലും ദാനധർമാദികളിൽ മുഴുകിക്കഴിഞ്ഞു. ഒരിക്കൽ ഭിക്ഷക്കായി വന്നൊരു സന്യാസി സോമപ്രഭയെ കാണുകയും അവളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ഗുഹചന്ദ്രൻ കഥകളെല്ലാം സന്യാസിയോട് പറഞ്ഞപ്പോൾ അഗ്നിദേവനെ ഭജിച്ച് പ്രീതിപ്പെടുത്തിയാൽ അഭിഷ്ടം സിദ്ധിക്കും എന്ന് ഉപദേശിച്ചു സന്യാസി. അപ്രകാരം അഗ്നിദേവനെ തപസ് ചെയ്ത ഗുഹചന്ദ്രന്റെ മുമ്പിൽ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. താനൊരു ബ്രാഹ്മണന്റെ രൂപത്തിൽ അന്ന് രാത്രി ഗുഹചന്ദ്രന്റെ വീട്ടിലെത്താമെന്നും കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്നും അഗ്നിദേവൻ പറഞ്ഞു. ആരോട്? ഗുഹചന്ദ്രനോട് പറഞ്ഞു. രാത്രിയായി. ഗുഹചന്ദ്രന്റെ വീട്ടിലെത്തിയ ബ്രാഹ്മണൻ അവിടെ ഒരിടത്ത് ഉറങ്ങാൻ കിടന്നു. അർദ്ധരാത്രിയായപ്പോൾ സോമപ്രഭ എഴുന്നേറ്റ് ആകാശമാർഗത്തിലൂടെ പോയി. അത് ശ്രദ്ധിച്ചു കിടന്നിരുന്ന ബ്രാഹ്മണനായ അഗ്നി ഗുഹചന്ദ്രനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. യോഗശക്തിയാൽ ഗുഹചന്ദ്രനെ വണ്ടാക്കി മാറ്റി. അദ്ദേഹവും വണ്ടായി മാറി. ഇരുവരും പറന്ന് സോമപ്രഭയുടെ പിന്നാലെത്തി. കുറേ ചെന്ന സമയത്ത് ഒരു വലിയ പേരാൽമരത്തിൽ നിന്ന് ദിവ്യമായ സംഗീത നിർജ്ജരി പുറപ്പെടുന്നത് കേട്ടു.
ആ വൃക്ഷത്തിന്റെ ഒരു ശിഖരത്തിൽ തന്റെ ഭാര്യയെ പോലെ തോന്നിക്കുന്ന ഒരു സുന്ദരി വിചിത്രമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് അവിടെ എത്തിയ സോമപ്രഭ ആ സുന്ദരിയോടൊപ്പം ചേർന്നിരുന്നു. പിന്നീട് അവർ ദിവ്യമായ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. കുറച്ചു കഴിഞ്ഞ് സോമപ്രഭ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇന്നൊരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ട്. അതേതോ ദിവ്യനാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം മടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അവള് പറക്കാൻ തുടങ്ങി. ഒപ്പം 2 വണ്ടുകളും പറന്നു. എല്ലാവരും വീട്ടിലെത്തി പരസ്പരം അറിയാതെ രാത്രി കഴിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ അഗ്നിദേവൻ ഗുഹചന്ദ്രനോട് പറഞ്ഞു, നിന്റെ ഭാര്യ ദേവസ്ത്രീയാണ്. അവൾ ഒരിക്കലും നിന്നോട് സ്വമനസ്സാലെ ചേരുകയില്ല. അതിനവളെ മന്ത്രതന്ത്രങ്ങളിലൂടെ വശീകരിക്കണം. അതിനൊരു മന്ത്രം ഞാൻ ഓതിത്തരാം. അത് കിടപ്പറയുടെ വാതിലിന്മേൽ എഴുതി വെക്കണം. ഇത്രയും പറഞ്ഞിട്ട് അഗ്നിദേവൻ മറഞ്ഞു. ഗുഹചന്ദ്രൻ അഗ്നി നൽകിയ മന്ത്രം കിടപ്പറ വാതിലിൽ എഴുതി വെച്ചിട്ട് രാത്രിയായപ്പോൾ സുന്ദരിയായ മറ്റൊരു യുവതിയെയും കൂട്ടി കിടപ്പറയിലെത്തി. അത് കണ്ട് ക്ഷുഭിതയായ സോമപ്രഭ ആ യുവതി ആരാണെന്നും എന്തിന് കിടപ്പറയിൽ കൊണ്ടുവന്നുവെന്നും ചോദിച്ചു. ഇവളെന്റെ പുതിയ ഭാര്യയാണെന്നും ഇനി ഞങ്ങൾ ഒന്നിച്ചാണ് ശയിക്കുകയെന്നും ഗുഹചന്ദ്രൻ മറുപടി പറഞ്ഞു. അപ്പോ അവൾക്ക് സ്ത്രീ സഹജമായ വികാരങ്ങൾ ഉണ്ടായി. ആ യുവതി അവിടെ നിന്ന് ഇറക്കി വിടുകയും ഗുഹചന്ദ്രനോടൊപ്പം ശയിക്കുകയും ചെയ്തു. ആരേ പോരെ. അങ്ങനെ ഗുഹചന്ദ്രൻ തന്റെ ദീർഘകാല അഭിലാഷം സാധ്യമായി. വസന്തകൻ കഥ പറഞ്ഞു നിർത്തിയ ശേഷം ഇങ്ങനെയാണ് പറഞ്ഞത്. എങ്ങനെയെന്നോ, ദേവന്മാരെയും മഹർഷിമാരെയും പ്രീതിപ്പെടുത്തുന്നവർക്ക് ഇങ്ങനെയുള്ള അത്ഭുതാനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ എത്ര ദിവ്യമായ പദവിയിലുള്ളവനും ദുഷ്കർമ്മം ചെയ്താൽ പാപം കിട്ടുകയും ചെയ്യും. കേട്ടിട്ടില്ലേ അഹല്യയെ പ്രാപിക്കാൻ ശ്രമിച്ച ദേവേന്ദ്രന് ഗൗതമ മുനിയുടെ ശാപം കിട്ടിയ കഥ? സഹസ്രഭകനായി തീരേണ്ടി വന്ന കഥ. അഹല്യയാകട്ടെ കരിങ്കല്ലായും മാറി. പിന്നീട് ശ്രീരാമപാദസ്പർശനം ഏൽക്കേണ്ടി വന്നുവല്ലോ അവൾക്ക് മുക്തി ലഭിക്കാൻ. വസന്തകന്റെ സംസാരം കേട്ട് സന്തോഷചിത്തരായ വാസവദത്തയും പത്മാവതിയും പൂർവാധികം സന്തോഷത്തോടെ ഇരുന്നു. പിന്നീട് ഉദയന മഹാരാജാവും മഗധരാജാവായ ചണ്ഡമഹാസേനനും വളരെ സൗഹൃദത്തിലാവുകയും എല്ലാം മംഗളമായി തീരുകയും ചെയ്തു. പിന്നെ എല്ലാവരും ചേർന്ന് കൗശാംബിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അപ്പോ ഭാര്യമാരോടും മന്ത്രി സಚಿവന്മാരോടും ഒപ്പം മടങ്ങിയെത്തിയ മഹാരാജാവിനെ പ്രജകളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. അടുത്ത ദിവസം രാജാവ് ആസ്ഥാന മന്ദിരത്തിലിരുന്ന് ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഒരു ബ്രാഹ്മണൻ ഓടി വന്ന് ഇപ്രകാരം സങ്കടം ബോധിപ്പിച്ചു. മഹാരാജൻ, ഏതാനും ഇടയന്മാർ ചേർന്ന് കാട്ടിലൂടെ നടക്കുകയായിരുന്നു എന്റെ മകന്റെ കാല് വെട്ടിക്കളഞ്ഞു പ്രഭു എന്ന് പറഞ്ഞ കരാണ്. ഇത് കേട്ട് രാജാവ് ഭടന്മാരെയൊക്കെ ഇടയപാൽമാരെ പിടിച്ചു കൊണ്ടുവന്ന് കാരണം ചോദിച്ചു. അപ്പൊ അവര് പറയുകയാണ്, മഹാരാജാവേ, ഞങ്ങൾ കാട്ടിലൊരിടത്ത് എല്ലാവരും ചേർന്ന് കളിക്കുകയായിരുന്നു. ഞങ്ങളിൽ ഒരുത്തൻ അവിടെ കണ്ട ഒരു പാറയുടെ പുറത്ത് കയറിയിരുന്നിട്ട്, ഞാനാണ് നിങ്ങളുടെ രാജാവ്, എല്ലാവരും എൻ്റെ കൽപ്പന അനുസരിച്ചു കൊള്ളണമെന്ന് ആജ്ഞാപിച്ചു. എന്തുകൊണ്ടോ ഞങ്ങളതനുസരിച്ചു. അപ്പോൾ ആ വഴി ബ്രാഹ്മണകുമാരൻ വന്നു. അയാൾ ഞങ്ങളുടെ രാജാവിനെ വന്ദിച്ചില്ല. അതുകൊണ്ട് രാജാവ് അയാളുടെ കാല് വെട്ടാൻ ആജ്ഞാപിച്ചു. ഞങ്ങളതനുസരിക്കുകയും ചെയ്തു. പോരെ പൂരം. പെട്ടെന്ന് മന്ത്രി യൗഗന്ധരായണൻ പറഞ്ഞു, പ്രഭു, ആ പാറക്കടിൽ വലിയൊരു നിധി ഉണ്ടാവണം. അതിന്റെ പ്രഭാവം കൊണ്ടാണ് ഇടയച്ചുരുക്കൻ രാജാവാണെന്ന് പ്രഖ്യാപിച്ചത്. നമുക്കുടനെ ആ നിധി കൈക്കലാക്കണമെന്ന്. യൗഗന്ധരായണൻ നല്ല ബുദ്ധിയല്ലേ. ഉടനെ രാജാവും മന്ത്രിമാരും ഭടന്മാരും ഒക്കെ കൂടി കാട്ടിലെത്തി. ജോലിക്കാർ അവിടം കുഴിച്ചപ്പോൾ ആ കുഴിയിൽ നിന്നൊരു യക്ഷൻ പുറത്തു വന്നു. അയാൾ രാജാവിനോട് പറഞ്ഞു, പ്രഭു, അങ്ങയുടെ പിതാമഹൻ ഇവിടെ നിക്ഷേപിച്ച അമൂല്യമായ നിധിക്ക് ഞാൻ ഇതുവരെ കാവലിരിക്കുകയായിരുന്നു. ഇനി ഇതങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട് രാജാവിന്റെ ബുദ്ധി. രാജാവ് നന്ദിപൂർവ്വം യക്ഷനെ പൂജിച്ചു. അതിൽ സന്തുഷ്ടനായ യക്ഷൻ ആ കുഴിയിലേക്ക് തന്നെ അപ്രത്യക്ഷനായി. ഉടനെ കുഴിയിൽ ഒരു വലിയ നിധികുംഭവും ഒരു രത്നസിംഹാസനവും ഉയർന്നു വന്നു. ഐശ്വര്യപൂർണമായ കാഴ്ച കണ്ട് എല്ലാവരും സന്തോഷിച്ചു. അതെല്ലാം എടുത്തുകൊണ്ട് രാജാവും പരിവാരങ്ങളും രാജധാനിയിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. ഒരിക്കൽ നഗരമെങ്ങും ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. യൗഗന്ധരായണൻ മഹാരാജാവിനോട് ചോദിച്ചു, അങ്ങയുടെ പൂർവികന്മാർ ഇരുന്നരുളിയിരുന്ന ആ രത്നസിംഹാസനത്തിൽ എന്താണ് അങ്ങിരിക്കാത്തത് എന്ന് ചോദിച്ചു.
അപ്പൊ പൂർവികന്മാർ ദിഗ്വിജയം നടത്തി ലോകം മുഴുവൻ കീഴടക്കിയ ശേഷം ആണ് അതിലിരുന്നത്. പക്ഷെ ചെറിയൊരു രാജ്യത്തിന്റെ മാത്രം അധിപതി എനിക്കെന്ത് യോഗ്യതയാണ് അതിലിരിക്കാൻ? പൂർവികന്മാരെ പോലെ ഞാനും എന്റെ രാജ്യാതിർത്തിയും കീർത്തിയും വളർത്തിയ ശേഷം അതിൽ കയറിയിരിക്കാം. ഇതിപ്പോ ഇത്ര തിരക്ക് എന്ന് രാജാവ് പറഞ്ഞു. ഈ മറുപടിയാണ് മന്ത്രി പ്രതീക്ഷിച്ചതും. വളരെ നല്ലത് മഹാരാജാവേ, എന്നാൽ നമുക്ക് കിഴക്കോട്ട് ആരംഭിക്കാം ദിഗ്വിജയ യാത്ര. അത് കേട്ട് എന്തുകൊണ്ടാണ് മറ്റു ദിക്കുകളിലേക്ക് പോയിക്കൂടാത്തത് എന്നായി മഹാരാജാവ്. അതിന് മന്ത്രി ഒരു ഉത്തരം പറഞ്ഞു. അതെന്താന്നോ, വടക്കൻ രാജ്യങ്ങൾ വലിയവയാണ്. മ്ലേച്ഛന്മാരുടെ നാടുകളും സൂര്യാദിഗ്രഹങ്ങൾ അസ്തമിക്കുന്ന പടിഞ്ഞാറ് ദിക്കും ശുഭകാര്യത്തിന് നന്നല്ല. അന്തകസേവിതമാകിയാൽ തെക്ക് ദിക്ക് നന്നല്ല. കിഴക്കോട്ടാണ് എന്ത് തുടങ്ങാൻ നല്ലത്. ഇതെല്ലാം കേട്ട് തലകുലുക്കിയെങ്കിലും രാജാവ് ഇങ്ങനെയാണ് പറഞ്ഞത്. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ സാമ്രാജ്യം വളർത്തുന്നതിന് ദേശ നിയമങ്ങളൊന്നും അല്ലല്ലോ പ്രധാനം. ശക്തിമാന്റെ ഐശ്വര്യം വളർത്തുന്നത് ശൗര്യം തന്നെയാണ്. ധീരൻ ഒറ്റക്കായാൽ പോലും വിജയം നേടും. അതിനുദാഹരണമായി ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് രാജാവ് കഥ പറയാൻ തുടങ്ങി. ഇവരെല്ലാം കഥയിലൂടെയാണ് കാര്യങ്ങൾ ബോധിപ്പിക്കുക. നമ്മളെ മാതിരി വേഗം അങ്ങ് പറഞ്ഞു തീർക്കൂല. ഒരു കഥ പറയും. ലോകപ്രസിദ്ധമായ ഉജ്ജയിനി നഗരത്തിൽ പണ്ട് ആദിത്യസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പേരല്ലായിരുന്നു. അദ്ദേഹം കീർത്തിമാനും പ്രതാപവാനുമായിരുന്നു. ഒരിക്കൽ മഹാരാജാവ് പരിവാര സമേതം ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു ദേശത്ത് ചെന്ന് വിശ്രമിക്കുകയായിരുന്നു കേട്ടോ. ആ ദേശക്കാരനായ ഗുണവർമ്മൻ എന്ന പ്രഭു അതിസുന്ദരിയായ തന്റെ മകൾ തേജസ്വതി കൂട്ടിക്കൊണ്ട് രാജസന്നിധിയിൽ ചെന്ന് തന്റെ മകളെ രാജാവ് വരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ദേവസുന്ദരിയെ പോലെയുള്ള തേജസ്വതിയെ കണ്ടതും മഹാരാജാവിന്റെ മനമിളകിപ്പോയി. അദ്ദേഹം സന്തോഷം അവളെ പട്ടമഹിഷിയാക്കി. പിതാവായ ഗുണവർമാവിനെ വളരെ ആദരിക്കുകയും ചെയ്തു. കാമാതുരനെ രാജാവ് മടങ്ങി കൊട്ടാരത്തിലെത്തിയതും സദാസമയവും അന്തഃപുരത്തിലായാലോ വാസം. രാജ്യകാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധയില്ലാതായി. പ്രജകളുടെ സങ്കടം കേൾക്കാതെയായി. സമീപസ്ഥ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് ഉജ്ജയിനി മഹാരാജാവിനെ കുറിച്ച് തീരെ ഭയവും ഇല്ലാതായി. അങ്ങനെ ഇരിക്കെ രാജാവിന് അതിസുന്ദരിയായ ഒരു പുത്രി ജനിച്ചു. അവളെ കണ്ടതോടെ അദ്ദേഹത്തിന് പിന്നെ രാജ്യത്തെ കുറിച്ചും ചിന്തയുണ്ടായി. രാജ്യന്റെ മോക്ക് വേണ്ടേ എന്നുള്ള വിചാരം വന്നു. ഇതിനകം ആദിത്യസേനെ കുറിച്ച് തീരെ ഭയമില്ലാതായ സാമന്ത രാജാക്കന്മാർ അദ്ദേഹത്തിന് മേൽക്കോയ്മയെ പോലും അംഗീകരിക്കാതായി. അങ്ങനെയുള്ള ഒരു സാമന്ത രാജാവിനെതിരെ യുദ്ധത്തിനായി രാജാവ് പുറപ്പെട്ടു. ഒരു പിടിയാനപ്പുറത്ത് തന്റെ ഭാര്യയെയും മകളെയും ഇരുത്തി ഒപ്പം അശ്വാരൂഢനായി രാജാവ് സൈന്യത്തെ നയിച്ചു. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തന്റെ കുതിരയുടെ വേഗവും അതിനെ നയിക്കാനുള്ള തന്റെ കഴിവും ഭാര്യക്ക് കാട്ടിക്കൊടുക്കണമെന്ന് ആദിത്യസേനന് തോന്നി. രാജാവ് എന്ത് ചെയ്തു? കുതിരയെ അടി കൊടുത്തു. കുതിര ബാണം പോലെ പാഞ്ഞുപോയി. നിമിഷങ്ങൾക്കകം അദ്ദേഹം അവരുടെ കാഴ്ചയിൽ നിന്ന് മറയും ചെയ്തു. അത് കണ്ട് അനേകം അശ്വാരൂഢ ഭടന്മാർ പിന്നാലെ പാഞ്ഞു ചെന്ന് അനാവഴിക്കും അന്വേഷിച്ചു. പക്ഷെ രാജാവ് അത്ര സ്പീഡിലായി പോയത് കാണാനില്ല. രാജാവില്ലാതെ മുന്നോട്ട് നീങ്ങുന്നത് അപകടകരമാകുമെന്ന് തീരുമാനിച്ച മന്ത്രിമാരും സേനാനായകനും മറ്റും ചേർന്ന് രാജ്ഞിയെയും കുട്ടിയെയും കൊണ്ട് ഉജ്ജയിനിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഭ്രാന്തെടുത്തോടിയ കുതിരയാകട്ടെ രാജാവിനെയും കൊണ്ട് വിന്ധ്യാവനത്തിലെത്തി നിന്നു. സിംഹം, കടുവ, പുലി തുടങ്ങിയ ഘോര മൃഗങ്ങളുടെ നടുക്കാണ് പെട്ടിരിക്കുന്നത് രാജാവിന് ബോധ്യമായി. കുതിരക്കത്രയിലെ കയ്യിലും അത് കുതിര ചെയ്തു. ഇനി ഇങ്ങനെ അടിക്കാൻ പാടില്ല എന്നാണ്. ദിക്കറിയാതെ അദ്ദേഹം കുഴഞ്ഞു. വിശിഷ്ടമായ ലക്ഷണങ്ങളുള്ള തന്റെ കുതിരയെ തൊഴുതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മഹാവനത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം അതിന്റെ പുറത്ത് കയറിയിരുന്നു. അടി കൊടുത്തതോ അത് വെറുതെയായി. കുതിര വീണ്ടും ഓടി. കുറേ സമയം കൊണ്ട് ഉജ്ജയിനിക്ക് 100 യോജന അകലെയുള്ള ഒരു നഗരത്തിലെത്തി നിന്നു. ഒരു ബ്രാഹ്മണ സമൂഹ മഠം അവിടെ കണ്ടു. രാത്രി അവിടെ കഴിച്ചുകൂട്ടാമെന്ന് കരുതി രാജാവ് അങ്ങോട്ട് കയറാൻ ശ്രമിച്ചു. എന്നാൽ ആ മഠത്തിലെ ബ്രാഹ്മണർ അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിക്കുകയാണുണ്ടായത്. ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു. അവർക്ക് ആളെ മനസ്സിലായില്ല. അല്ല കള്ളനുമായിരിക്കുമെന്ന് കരുതി അവർ സംഘം ചേർന്ന് അദ്ദേഹത്തെ ആക്രമിക്കാനും തുടങ്ങി. ആ മഠത്തിൽ വിദൂഷകൻ എന്നു പേരുള്ള അതിബുദ്ധിമാനും പക്വമതിയുമായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു കേട്ടോ. അഗ്നി ദേവനെ പ്രസാദിപ്പിച്ച് ധ്യാനിക്കുന്ന നിമിഷം
കയ്യിലെത്തുന്ന ഒരു വാള് അയാൾ സമ്പാദിച്ചിരുന്നു. ആദിത്യസേനന്റെ മുഖത്തെ ഗാംഭീര്യവും പൗരുഷവും ഒക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം വെറും ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ വിദൂഷകൻ അദ്ദേഹത്തെ ആദരപൂർവ്വം അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പാലും പഴങ്ങളും നൽകിയ ശേഷം കിടക്കാനുള്ള മുറിയും ഒരുക്കി കൊടുത്തു. ക്ഷീണിതനായ രാജാവ് പെട്ടെന്നുറങ്ങി. പക്ഷെ വിദൂഷകൻ തന്റെ ദിവ്യമായ വാളുമേന്തി രാത്രി മുഴുവൻ രാജാവിനെ കാവലിൽ നിന്നും കണ്ട. വെറുതെ റൂം ഒരുക്കി കൊടുത്തതല്ല, കാവലിൽ നിന്ന് വിദൂഷകൻ. പിറ്റേന്ന് പുലർച്ചെ ഉറക്കമുണ്ടെന്ന രാജാവിന് വിദൂഷകൻ ആദരപൂർവ്വം രാത്രിയാക്കി. ആ യുവാവിന് നന്ദി പറഞ്ഞ് രാജാവ് ഉജ്ജയിനിയിലെ കുതിരയെ തെളിച്ചു. തങ്ങളുടെ രാജാവ് തിരിച്ചെത്തിയത് കണ്ട് പ്രജകൾ സന്തോഷാരവങ്ങളോട് അദ്ദേഹത്തെ വരവേറ്റു. പട്ടമഹിഷി തേജസ്വിനിക്കും കുഞ്ഞിനും വലിയ സന്തോഷമായി. ആ രാത്രി എല്ലാവരും ആഹ്ലാദത്തോടെ കഴിച്ചു കൂട്ടിട്ടോ. പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ രാജാവ് ഭടന്മാരെ അയച്ച് സമൂഹ മഠത്തിലെ മുഴുവൻ അന്തേവാസികൾക്കുമൊപ്പം വിദൂഷകനെ രാജധാനിയിലേക്ക് ആനയിച്ചു വരുത്തി. തുടർന്ന് അദ്ദേഹം വിദൂഷകനെ അരികിൽ വിളിച്ച് തോളത്ത് തട്ടിക്കൊണ്ട് തലേന്ന് അയാൾ തനിക്ക് അഭയം നൽകിയതും രാത്രി മുഴുവൻ കാവൽ നിന്നതുമൊക്കെ എല്ലാവർക്കും അറിയാനായി പറഞ്ഞു. പിന്നീട് 100 ഗ്രാമങ്ങൾ അദ്ദേഹം വിദൂഷകന് ദാനം ചെയ്തു. ഒപ്പം രാജപുരോഹിതനായി നിയമിക്കുകയും ചെയ്തു. പോരെ ആ ജീവരക്ഷയ്ക്ക് കിട്ടിയ കൂലി എന്നത്. നല്ലവനായ വിദൂഷകനാകട്ടെ തനിക്ക് സ്വന്തമായി കിട്ടിയ 100 ഗ്രാമങ്ങളും സമൂഹ മഠത്തിൽ അന്തേവാസികൾക്ക് ദാനം ചെയ്തു. തുടർന്ന് രാജപുരോഹിതന്റെ സ്ഥാനം ഏറ്റെടുത്തു. എന്നാൽ മഠവാസികളാകട്ടെ സ്വത്തിന്റെ പേരിൽ കലഹം തുടങ്ങി. ഭരണസമിതി പൊളിക്കാനും അവരെ മറികടന്ന് ആദായം നേടാനൊക്കെ അവര് മത്സരിക്കാൻ തുടങ്ങി. തന്നെ അളക്കുല്യന്റെ സ്വത്ത്. വിദൂഷകൻ ഇതെല്ലാം അറിഞ്ഞെങ്കിലും ഒന്നിലും ഇടപെടാൻ പോയതുമില്ല. ആ സമയം തന്റെ അടിയും ന്യായവാദിയുമായ ചക്രധരൻ എന്ന ബ്രാഹ്മണ യുവാവ് മഠാധികാരികളെ കണ്ട് ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷയെടുത്ത് ഉപജീവനം നടത്തിയിരുന്ന നിങ്ങൾക്ക് നല്ലവനായ വിദൂഷകന്റെ സഹായത്താൽ കണക്കറ്റ സമ്പത്ത് ദാനമായി കിട്ടിയില്ലേ? അതാണ് ധനാർത്ഥി മുത്ത. നിങ്ങൾ തമ്മിൽ തല്ലി എല്ലാം നശിപ്പിക്കും. ഇതെല്ലാം കണ്ടിട്ടും വിദൂഷകൻ മിണ്ടുന്നുമില്ല. ഇങ്ങനെ പോയാൽ എല്ലാം നശിച്ച് നിങ്ങൾ വീണ്ടും നാറാണക്കല്ല് പിടിക്കും, ഭിക്ഷാന്തേഹികളായി തീരും. അതിനിടയാകരുതെങ്കിൽ കഴിവും സത്യസന്ധതയുമുള്ള ഒരു ഭരണാധികാരിയെ കണ്ടെത്തി ഈ ഭരണം അയാളെ ഏൽപ്പിക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? ചക്രധരൻ. അത് കേട്ട് അത്യാർത്ഥിക്കാരായ ബ്രാഹ്മണർ ആ സ്ഥാനം തനിക്ക് വേണമെന്ന് പറഞ്ഞു മുറവിളി കൂട്ടി തുടങ്ങി. അപ്പോൾ ചക്രധരൻ പറഞ്ഞു: ഇത്രയും അധികം സ്വത്തിന്റെ ഭരണം ഏൽക്കുന്നവൻ ധീരനായിരിക്കണം. ധൈര്യം വെളിപ്പെടുത്താൻ ഞാനൊരു മാർഗം പറയാം. ഇവിടെ അടുത്തുള്ള ശ്മശാനത്തിൽ 3 കള്ളന്മാരെ ശൂലത്തിൽ കോർത്തിട്ടുണ്ട്. അവിടെ ചെന്ന് 3 പേരുടെയും മൂക്കറുത്തു കൊണ്ടുവരുന്നയാൾ ആരോ അയാളായിരിക്കും ഭരണാധികാരിയാകാൻ യോഗ്യൻ. ഇവര് പോവോ പേടിച്ചിട്ട്? ആ സമയത്ത് അവിടെ എത്തിയ വിദൂഷകനും ഈ വ്യവസ്ഥയാണ് നല്ലതെന്ന് പറഞ്ഞ് പേടിത്തൊണ്ടന്മാരെ ബ്രാഹ്മണരെല്ലാം ഇത് കേട്ട് പിന്മാറുകയും ചെയ്തു. കേട്ടോ, ഇത് ചെയ്യുന്ന ഏതൊരാൾ തങ്ങൾ നേതൃസ്ഥാനത്ത് സ്വീകരിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ശരി, ഞാൻ തന്നെ പോകാം എന്ന് പറഞ്ഞ് വിദൂഷകൻ പുറപ്പെട്ടു. തന്റെ ദിവ്യമായ വാള സ്മരിച്ച് കയ്യിലെടുത്തുകൊണ്ട് അയാൾ ശ്മശാനത്തിലെത്തി. അനേകം ചിതകൾ കത്തിയിരുന്ന ഭീതിതമായ ആ ചുടുകാടിന്റെ നടുവിൽ 3 കള്ളന്മാർ ശൂലത്തിൽ തൂങ്ങി നിൽക്കുന്നത് വിദൂഷകൻ കണ്ടു. അയാൾ എന്ത് ചെയ്തു? അടുത്ത് ചെന്നപ്പോൾ അവയിൽ കയറിക്കൂടിയിരുന്ന വേതാളങ്ങൾ അയാൾ ഇടിക്കാൻ തുടങ്ങി. ആ കൈകളെല്ലാം തന്റെ ദിവ്യവാൾ കൊണ്ട് അയാൾ വെട്ടിയരിഞ്ഞിട്ടു. പിന്നീട് 3 മൂക്കും മുറിച്ചെടുത്ത് തന്റെ ഒരു തുണിയിൽ പൊതിഞ്ഞ് നടക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചപ്പുറത്ത് നടക്കുന്നൊരു കാഴ്ചയാണ് അയാൾ കണ്ടത് കേട്ടോ. ഒരു സന്യാസി ഒരു ശവത്തിന്റെ മീതെ കയറിയിരുന്ന് മന്ത്രം ജപിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ ശവത്തിന്റെ വായിൽ നിന്ന് തീയും പുകയും വരാൻ തുടങ്ങി. പിന്നെ അതിന്റെ വയറ് പിളർന്നു ധാരാളം കടുകുമണികളാണ് പുറത്തു വന്നത്. സന്യാസി അതെല്ലാം വാരി തന്റെ ഭാണ്ഡത്തിലാക്കിയിട്ട് ആ ശവത്തിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. വേതാളബാധിതമായി അത് എഴുന്നേറ്റ് നിന്നു. ഉടനെ സന്യാസി അതിന്റെ തോളിൽ കയറി ആകാശത്തു കൂടി യാത്ര ആരംഭിച്ചു. വിദൂഷകനും പിന്നാലെ പോയി. കുറെ ദൂരം ചെന്നപ്പോൾ വിജനമായ സ്ഥലത്ത് ഒരു ദുർഗാക്ഷേത്രം കണ്ടു. സന്യാസി അവിടെ ഇറങ്ങി ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് നടന്നു. ശവശരീരം പുറത്ത് കാത്തു കിടന്നു. സന്യാസി ശ്രീകോവിലിന് മുന്നിലെത്തി ദേവിയെ തൊഴുതുകൊണ്ട് പറഞ്ഞു: ദേവി, ഞാനിതാ മന്ത്രസിദ്ധി നേടി വന്നിരിക്കുന്നു. അവിടെ നിന്നിൽ പ്രസാദിച്ചുവെങ്കിൽ എൻ്റെ അഭിഷ്ടം സാധിച്ചു തരിക. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവനോട് ബലിയർപ്പിക്കും എന്ന് പറഞ്ഞു.
ഇങ്ങനെ ഉടനെ അവർത്തുന്നൊരു അരുളപ്പാടുണ്ടായി. ആദിത്യ സേന രാജാവിന്റെ പുത്രിയെ എനിക്ക് ബലിയർപ്പിച്ചാൽ നിന്റെ ആഗ്രഹം പൂർത്തിയാകും. നല്ല ദേവി തന്നെ. അപ്പൊ രാജകുമാരിനെ ബലിയർപ്പിച്ചിട്ട് നമുക്കൊരു സുഖം വേണ്ട, ആ കുട്ടി അവിടെ ജീവിക്കട്ടെ. നമുക്ക് ബാക്കി ഭാഗങ്ങള് നാളെ വായിക്കാല്ലേ, നാളെ പറയാം കഥകൾ. അതാണ് നല്ലത് തോന്നുന്നു. കുട്ടിന് ഇപ്പം ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. കായേന വാചാ മനസേന്ദ്രിയർവാ സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.